നാടിനെ നടുക്കി കളർകോട് അപകടം. വാഹനാപകടത്തിൽ മരിച്ച ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അവിടേക്കിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കമുള്ള പ്രമുഖരുടെ സാന്നിധ്യമുണ്ട്. 5 വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ പൊതുദർശനം പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിൽ നാടുകളിലേക്ക് കൊണ്ടുപോകും. വേഗത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. അതിനുശേഷം ഇപ്പോൾ പൊതുദർശനം ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ചികിത്സയിലുള്ള ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ തുടർ ചികിത്സ സംബന്ധിച്ച് എന്തു വേണമെന്ന കാര്യത്തിലും മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് തീരുമാനമുണ്ടാകും. അക്കാര്യങ്ങൾ പരിശോധിക്കാൻ ആലോചനകൾ നടക്കുകയാണ്. അങ്ങേറ്റം ദുഃഖകരമായ സാഹചര്യത്തിലൂടെയാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് കടന്നു പോകുന്നത്. തങ്ങളുടെ സഹപാഠികൾ ചേതനയേറ്റ് തിരികെ എത്തിയപ്പോൾ ഒരു നോക്ക് കാണാൻ എങ്ങനെ പ്രതികരിക്കും എന്നതറിയാതെ ബുദ്ധിമുട്ടിലാണ് വിദ്യാർത്ഥികൾ. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം ദുഃഖകരമായ അന്തരീക്ഷം അല്ലെ? തീർച്ചയായിട്ടും ഇപ്പോൾ ആ വിദ്യാർത്ഥികൾ പഠിച്ച കോളേജിന്റെ മുറ്റത്ത് അവിടെ കോറിഡോർ സ്റ്റെയർകേസിനരികിലുള്ള കോറിഡോർ ഭാഗത്താണ് ഇപ്പോൾ കുട്ടികളുടെ മൃതദേഹം കൊണ്ടുവച്ചിരിക്കുന്നത്. ഇന്നലെ വരെ ഈ കോളേജിൽ പഠിച്ചു നടന്ന വിദ്യാർത്ഥികൾ അവർ ചെലവഴിച്ച ഇടത്താണ് ഇങ്ങനെ ഒരു വരവ് എന്നുള്ളതാണ്, ഏറ്റവും ഒടുവിലായി ഇങ്ങനെ ഒരു വരവ് എന്നുള്ളതാണ് ദുഃഖകരം. വിദ്യാർത്ഥികൾ ഓരോരുത്തരിലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഓരോ വിദ്യാർത്ഥികളുടെ മുഖത്തും ആ വിഷമവും ദുഃഖവും ഒക്കെ കാണാം. 5 മിടുക്കരായ കോളേജിലെ 5 മിടുക്കരായ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ തങ്ങളുടെ സഹപാഠികളോട് ഇത്തരത്തിൽ ഒരു യാത്ര പറച്ചിൽ നടത്തേണ്ടി വരുന്നത്. ഇത് അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് 5 പേരുടെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇന്നലെ കളർകോട് വെച്ച് അപകടത്തിൽ മരണപ്പെട്ട 5 വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് പൊതുദർശനത്തിനായി വിട്ടു നൽകിയത്. ഇപ്പോൾ ആംബുലൻസുകളിൽ തൊട്ടപ്പുറത്ത് മോർച്ചറി സമുച്ചയത്തിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാളുടെ മൃതദേഹം കൂടി ഇപ്പോൾ കൊണ്ടുവന്ന് പൊതുദർശനത്തിനായി അവിടെ ഇറക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം വിഷമകരം എന്ന് തന്നെ നമുക്ക് പറയാം. രക്ഷകർത്താക്കളുടെ അവസ്ഥ, കൂടെയുള്ള സഹപാഠികളുടെ അവസ്ഥ, അധ്യാപകരുടെ അവസ്ഥ. ഈ കുട്ടികൾ ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് അനാട്ടമി എക്സാം കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഒരു സിനിമ കാണുന്നതിനായി ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടവരാണ്. അവര് ദീർഘദീർഘമായിട്ടുള്ള പരീക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ആ ഒരു സ്ട്രെസ്സിനായാണ് അവരങ്ങ് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അപകടം മരണത്തിന്റെ രീതിയിൽ അവരെ കവർന്നെടുത്തിരിക്കുന്നു. അതും ദാരുണമായ രീതിയിൽ അപകടപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ടി.ഡി. മെഡിക്കൽ കോളേജിന്റെ അങ്കണത്തിലേക്ക് നിരവധി ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ ഉണ്ട്. ഒപ്പം തന്നെ മന്ത്രിമാരായ സജി ചെറിയാൻ, സി പ്രസാദ് എന്നിവരും ഇവിടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ക്രമീകരണങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തിരക്ക് ആ ഭാഗത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഗവർണർ അടക്കം വരേണ്ടതുണ്ട്. കുട്ടികൾക്ക് ഈ അന്തിമോപചാരം അർപ്പിക്കേണ്ടതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിന്റെ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ പോലീസും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ത് പറയാം, അധ്യാപകർ ഉൾപ്പെടെ മൗനത്തിലാണ്. അവർക്ക് ഒന്നും പറയാനില്ലാത്ത ഒരു സാഹചര്യമാണ് എന്ന് തന്നെ പറയാം. മെഡിക്കൽ ബോർഡ് യോഗം അവിടെ കൂടുകയാണ്. ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ അപകടത്തിൽ 11 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 5 പേരാണ് മരണപ്പെട്ടത്. ബാക്കിയുള്ള ഒരാൾ പരിക്കുകളൊന്നുമില്ലാതെ തന്നെ രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള മെഡിക്കൽ ബോർഡ് യോഗം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വാഹനം ഓടിച്ചിരുന്ന ഗൗരി ശങ്കർ, അദ്ദേഹത്തിന്റെ ആ വിദ്യാർത്ഥിയുടെ കാലിനാണ് പരിക്കേറ്റിരുന്നത്. അദ്ദേഹത്തിന്റെ സർജറി അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഉള്ളവരുടെ നില അറിവിന്റെ നില ഗുരുതരവുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സുരക്ഷകൾ എങ്ങനെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നതിന് ഒരു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നരോത്തിന്റെയും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അബ്ദുൽ സലാം സാറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ മീറ്റിംഗ് നടക്കും. ഇവരുടെ ശാരീരിക അവസ്ഥകളെ സംബന്ധിച്ചുള്ള അവലോകനം നടക്കും. മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ
അത് സംബന്ധിച്ച് ഉടൻ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതടക്കം ഉള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഒന്നൊന്നായി വന്ന് അവരുടെ സഹപാഠികളെ കണ്ട യാത്ര അയക്കുകയാണ്. ഒരുപക്ഷെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ TD മെഡിക്കൽ കോളേജ് ഇങ്ങനെ ഒരു സംഭവത്തിന് ഇത് ആദ്യമായിട്ടാകും ഇത്രയും ദുഃഖകരമായ ഒരു സംഭവത്തിന് വേദിയാകുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. ഇവർ 1ാം വർഷ വിദ്യാർത്ഥികളായി എത്തിയ കുട്ടികളാണ്. വന്നിട്ട് 1.5 മാസം മാത്രമേ ഈ ക്യാമ്പസിലേക്ക് എത്തിയിട്ട് 1.5 മാസം മാത്രമേ ആകുന്നുള്ളൂ. അവരാണ് ഇങ്ങനെ ഒരു യാത്രയപ്പ് അവരുടെ പഠനം പൂർത്തിയാക്കി പോകേണ്ട വിദ്യാർത്ഥികൾ ഇങ്ങനെ മടങ്ങേണ്ടി വരുന്നു എന്നുള്ള വിഷമമാണ് എല്ലാവർക്കും ഉള്ളത്. ആ ഒരു ഞെട്ടൽ പലർക്കും ഉണ്ട്. ഇങ്ങനെ ഒന്ന് സംഭവിച്ചല്ലോ എന്നുള്ള ഞെട്ടൽ അവരുടെ സഹപാഠികളൊക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്.